ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ, നമുക്കൊരു ചെറിയ കറക്കമൊക്കെ കറങ്ങിട്ട് വരാം. വേഗം വായോ. അപ്പോൾ നമുക്കിന്ന് 1-2 അടുത്തൊക്കെ പോകണം. എല്ലാം ഞാൻ വീഡിയോ എടുത്തിടാം. അപ്പോൾ കുഞ്ഞാവേട് നമ്മൾ എവിടെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. എന്താണെന്ന് വെച്ചാൽ തലേ ദിവസമേ നമ്മൾ പോകുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കും. എവിടെ പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, അമ്മയുടെ വണ്ടിയിലാണോ പോകുന്നത്, അച്ഛയുടെ വണ്ടിയിലാണോ പോകുന്നത്, എപ്പോൾ പോകും, എപ്പോൾ വരും, ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വെക്കുവേ. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ ഇട്ടേക്കുന്ന ഈ ചുരിദാർ എനിക്ക് ശകലവും ഇഷ്ടമില്ലാത്ത ചുരിദാർ. എന്തോ ഞാനിത് ഇട്ടപ്പോഴത്തേന് ഭയങ്കര വണ്ണം ഉള്ളത് പോലെ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും വണ്ണമില്ല, എന്തോ ചുരിദാറിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്കൊന്ന് ഫാൻസിൽ കയറാനുണ്ടായിരുന്നു. അങ്ങനെ ഫാൻസിൽ കയറി 1-2 സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ നേരെ നമ്മൾ പോയത് വെള്ളം കുടിക്കാൻ. ഭയങ്കര ചൂട്, നമുക്ക് വെള്ളം കുടിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു നാരങ്ങ വെള്ളം പറഞ്ഞ് അങ്ങനെ വെള്ളം കുടിക്കാൻ കരിക്ക് വേണമെന്ന് ചോദിച്ചു എന്നോട്. കരിക്ക് തിന്നാനൊരു താല്പര്യം. ഞാൻ വെള്ളം കുടിക്കാൻ എൻ്റെ മോള് സമ്മതിക്കത്തില്ല. താന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മുഴുവനും അവൾ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. ഞാൻ വെള്ളം കുടിക്കാൻ ഇവള് സമ്മതിക്കത്തില്ല. കണ്ടോ, അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. കരിക്ക് വേണോ, കുടിക്കുമോ? ഇന്നൊരു കരിക്കും കൂടെ മേടിക്കും. കരിക്ക് വേണമെന്ന് ചോദിച്ചതല്ല, എൻ്റെ മോള് ചാടി കയറി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. കുടിക്കാനാണോ എന്തോ നമുക്ക് അറിഞ്ഞൂടാ. അവൾ അങ്ങനെ കരിക്ക് കുടിക്കുന്നതും കരിക്ക് വെള്ളം അവൾക്ക് ഭയങ്കര ഇഷ്ടം. എന്നാലും കരിക്ക് കഴിക്കില്ല. അങ്ങനെ ഒരു കരിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങായും പിടിച്ചിട്ടുള്ള നിപ്പുകളുണ്ട്. കരിക്കും പിടിച്ചിട്ടുള്ള അവിടെ നിൽപ്പുണ്ട്. എനിക്ക് ചിരി വന്നു. അങ്ങനെ അവർ കരിക്ക് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശ്രദ്ധ മൊത്തം ഈ ചുരിദാറിലോട്ട്. അപ്പോൾ എനിക്ക് കണ്ട് മാത്രം ഈ ചുരിദാർ അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അതാണ്ട് ഈ യെല്ലോ കളറും യെല്ലോയും റെഡും കൂടെ നല്ല കോമ്പിനേഷൻ. ദൂരേന്ന് നോക്കുമ്പോഴും നന്നായിട്ട് അറിയാൻ പറ്റും. അവിടെ കിടന്ന് ഒട്ടുമിക്ക ചുരിദാറുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ആ യെല്ലോ കളറും ആ ഗ്രീൻ കളറും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെള്ളം കൂടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇയാളെ വീട്ടിലാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇയാളെ അറിയാവോ എന്നുള്ളത് കമൻറ്റ് ഇടണേ. നമ്മുടെ AR ഫാമിലി ഡെയിലി ലൈഫ് അമ്മൂൻ്റെ വീട്ടിലോട്ടാണ് പോയിട്ടുള്ളത്. അവിടെ ചെന്ന മാത്രമേ എൻ്റെ മോൾ അവിടെ ലിയയിൽ കയറിയിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടം അമ്മു ചേച്ചി കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴേ അവിടെ ഞങ്ങൾ പെണ്ണ് കാണാൻ വരുന്ന പോലെ തന്നെ വെള്ളമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വന്നത് വേറൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാണ്, അത് നമുക്ക് വഴിയേ പറയാം. എൻ്റെ മോളെ കണ്ടപ്പോഴത്തേനും അമ്മൂൻ്റെ മൂത്ത മോൻ കാശി എന്ന പേര്, കാശിക്ക് എന്തോ നാണം വന്ന പോലെ കമന്ന് കിടക്കും. ഒരു തരത്തിൽ നൂരാന്ന് പറഞ്ഞിട്ട് നൂരുന്നില്ല. അവളെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം എഴുന്നേക്കും പറഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവരുണ്ടോ അങ്ങ് സെറ്റായി. പിന്നെ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ നടന്നു. അമ്മൂൻ്റെ പാസ്ബുക്കിൻ്റെ ഒരു സംഭവത്തിന് വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ സംസാരം കഴിഞ്ഞ് ഞാൻ ആ സമയം കൊണ്ട് പിള്ളേരോട് നല്ല കളിയാണ്. പിന്നെ അവർ തമ്മിൽ കണ്ട സ്നേഹമാണെങ്കിൽ തമ്മിൽ കണ്ടാൽ വഴക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ചെറിയൊരു മേക്കപ്പ്, എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ആങ്ങളെ സർപ്രൈസായിട്ട് കാണാൻ പോവാണ്. അപ്പം എൻ്റെ ഫുഡൊക്കെ കഴിച്ചിന് നമുക്ക് ആങ്ങളെ എടുത്തിട്ട് പോകാം. നമുക്ക് സർപ്രൈസ് വിസിറ്റ് ചെയ്യാം. ഞാനിതിനിടയ്ക്ക് ഒരു ഫാൻസിൽ കയറിയെന്ന് പറഞ്ഞില്ല, അപ്പോൾ വാങ്ങിച്ച ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണ് എൻ്റെ ഫേസിൽ കിടക്കുന്നത്. എനിക്ക് ഒട്ടും മാച്ചിങ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി. എങ്കിലും വാങ്ങിച്ചില്ലെന്ന് വെച്ച് ഉപയോഗിച്ചു. അങ്ങനെ പിന്നെ ആങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. വന്നപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല. ചേട്ടനൊന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരെ പോയിക്കും. അപ്പോൾ ജയമം പോയി വിളിച്ചുകൊണ്ട് വന്നു ചേട്ടനെ. വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ. എങ്കിലും ഞാൻ വല്ലച്ചാതിലും എവിടെയോ ഫേസ് കാണിക്കുന്ന രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തേക്കുന്ന കണ്ടുകൊണ്ട് അപ്പുറത്തോട്ട് പോയിട്ട് പിന്നെ എന്നോട് നിർത്തിടി അവിടെ നിന്ന് പറഞ്ഞിട്ട് നടന്നു വരിക. ഞാൻ പറഞ്ഞു കഷ്ടമില്ല ചേട്ടാ, ഒന്ന് നോക്കി ചേട്ടാ, എൻ്റെ പാവം എൻ്റെ വീഡിയോക്കകത്തിൽ കിടന്നിട്ട് ചേട്ടാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് വീഡിയോയിൽ ഇട്ടതാ കേട്ടോ. ഇങ്ങോട്ടൊന്ന് നോക്കിയാ ചേട്ടാ, നല്ലപോലെ മുഖം ഒന്ന് കാണട്ടെന്ന്. ചേട്ടൻ്റെ ശരിക്കും വീട് ഇതിന് തൊട്ടപ്പുറത്താണ് കേട്ടോ. ഇത് ചേട്ടൻ്റെ കുടുംബമാണ്, അതായത് വല്യച്ഛനും വല്യമ്മയും കൂടെ കുടുംബമാണിത്. ചേട്ടൻ അപ്പുറത്ത് വീട് വെച്ചിട്ടുണ്ട്. എൻ്റെ കുറേ വീഡിയോക്കകത്തിൽ ചേട്ടൻ്റെ ആ വീടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവർ മൂന്നാളും കൂടെ മൂന്നാളല്ല, അവർ 2 പേര്. എൻ്റെ മോളെ ഞാൻ ഇപ്പം എടുക്കും. അങ്ങനെ അവർ 2 പേരുടെ ഒന്ന് പുറത്ത് പോകാൻ ഒരു വണ്ടി നോക്കാൻ. അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഒരുപാട് രാത്രിയായി ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ. അപ്പോൾ പിന്നെ വേറെ ഫുഡൊന്നും ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മന്തിയൊക്കെ വാങ്ങിച്ചു. മന്തി വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കയറി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ടും ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റ ബൈ ബൈ, സീ യു.